ഓക്കെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കോളജിയുടെ 15 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തായിരുന്നു. ഇനി ഒരു 15 ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. ഇന്നത്തെ 15 ക്വസ്റ്റ്യൻസാണ്. അത് നമുക്ക് അധികം താമസിക്കാതെ പെട്ടെന്ന് അങ്ങ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കണം. വാക്കുകൾക്ക് മുന്നേ വസ്തുക്കൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകനാണ്. എന്ന് മറിഞ്ഞു കിടക്കുന്ന എന്നെന്നാണ് വാക്കുകൾക്ക് മുന്നേ വസ്തുക്കൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകൻ. പെസ്റ്റലോസി, മൊണ്ടസോറി, ഫ്രോബൽ, പിയാഷെ. വാക്കുകൾക്ക് മുമ്പേ വസ്തുക്കൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ചോദ്യം അല്ലേ? ഉത്തരം പെസ്റ്റലോസിയാണ്. നമ്മൾ ഓൾറെഡി അത് ചർച്ച ചെയ്ത ചോദ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം അങ്ങോട്ട് പറയുന്നില്ല. 16ാമത്തെ ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? പ്രയോഗം വൈജ്ഞാനിക മേഖല, അപഗ്രഥനം വൈകാരിക മേഖല, പ്രതികരണം മനഃചാലക മേഖല, ഡി ഇവയല്ല. 16ാമത്തെ ചോദ്യമാണ്. താഴെ പറഞ്ഞതിൽ ശരിയായ ജോഡി. ഓക്കെ, ഉത്തരം ഏതാണ്? പ്രയോഗം വൈജ്ഞാനിക മേഖലയെന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. വരും. ഓക്കെ. അപഗ്രഥനം വൈകാരികമാണോ? അല്ല. പ്രതികരണം എന്താണ്? മനസ്സിൻ്റെ കാര്യമാണ്. മനഃചാലകമാണോ പ്രതികരണം? അല്ല കേട്ടോ. അതിനകത്ത് അത്രയേ ഉള്ളൂ. അത്ര ലോജിക്കായിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പം അപഗ്രഥനമല്ലെന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഡിയും വെട്ടാം, ഇവയെല്ലാം വെട്ടാം. പിന്നെ എയും സിയേ ഉള്ളൂ. എയും സിയും വെച്ച് നോക്കുമ്പോൾ ഉത്തരം ഏതേ വരൂ? എ വരൂ. ഓക്കെ. 17ാമത്തെ ചോദ്യമാണ്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തനവും ബിംബനവും ഭാഷാപദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തയിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം. ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, പ്രതിപ്രവർത്തന ഘട്ടം. ബ്രൂണറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞു പിയാഷെ, ബ്രൂണർ, ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യമാണ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സി, ഈ 3 പേരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ചോദിക്കാതെ കയറ്റിച്ചെന്ന സാധനമേ ഇല്ല. ഓക്കെ, ഇത്ര സമയം മതിയടാ. ഡയറക്റ്റ് ചോദ്യമല്ലേ. പിയാഷയുടെ അവസാനത്തിൽ പ്രവർത്തനവും ബിംബങ്ങളും വരുന്നത് ഭാഷാപദങ്ങളായി മാറുകയും ചെയ്യുന്നത്. ഭാഷാപദങ്ങളായി മാറുകയും ചിഹ്നങ്ങളായിട്ട് മാറുകയും എല്ലാം ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാടാ? ഭാഷാപദങ്ങളും ചിഹ്നങ്ങളുമായിട്ട് മാറുന്ന പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. ഇതിനകത്ത് ഇതാണ്ട് ഈ ബിംബങ്ങൾ എടുത്ത് വെച്ച് കണ്ടുകൊണ്ട് ബിംബന ഘട്ടമൊന്നും എടുത്ത് വെക്കരുത്. ബിംബങ്ങൾ എങ്ങനെ ആവുന്നത്? ആ മനസ്ബിംബങ്ങളെ ഭാഷാമായി മാറുന്നു എന്നുള്ളതാണ് ഡയലോഗ്. അതുകൊണ്ട് ആക്രാന്തം കാണിച്ച് തെറ്റിക്കാതിരുന്നാൽ മതി. നിങ്ങളെല്ലാം പഠിച്ചവരാണ്. അതുകൊണ്ട് ആക്രാന്തം കാണിച്ച് ശ്രദ്ധ മാറരുത്. ഓക്കെ, അടുത്തത് 18ാമത്തെ ചോദ്യം. ഓക്കെ, നോക്കിക്കോ. 18ാമത്തെ ചോദ്യം ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വേദകാല വിദ്യാഭ്യാസവും മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതിയും പാലിച്ചിരിക്കുന്നത് അധ്യാപക കേന്ദ്രീകൃത സമീപനം, ശിശു കേന്ദ്രീകൃത സമീപനം, ആഗമന നിഗമന സമീപനം, ധാരണാ സമീപനം. ഒരുപാട് ചോദിക്കേണ്ട ആഴ്ചയൊന്നും അല്ലല്ലേ. ഏതാണ്? അധ്യാപക കേന്ദ്രീകൃതം. ഒരുപാട് റിസർച്ചൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അതിനകത്ത് കൺഫ്യൂഷൻ്റെ ആവശ്യവുമില്ല. ഓക്കെ. അതേപോലെ ഇതിനകത്ത് ഈ കുറച്ച് പബജ അങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളുടെ പേര് എല്ലാം ഒന്നും പഠിക്കേണ്ട. അതിനകത്ത് ഈ സ്വീകരണ ചടങ്ങ്, എൻഡിൻ്റെ ചടങ്ങ്, ഈ 2 പേരുകൾ മാത്രം വരുന്നതുണ്ട്. ആ പബജ എന്നൊക്കെ പറഞ്ഞ ഒരു പോർഷനുണ്ട്. ആ പേരുകൾ മാത്രം എന്താണെന്നൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ അതിനകത്തൊന്നും ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പോകണ്ട. അതായത് ഫിലോസഫിയിൽ നിന്ന് മാക്സിമം 2-3 ചോദ്യങ്ങളെ വീഴൂ. ഓക്കെ, 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പഠനത്തിൻ്റെ വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ പെടുന്നത് താല്പര്യം, ആവർത്തനാഭ്യാസം, സ്വയം മത്സരഭാവം, ഇവയല്ല. പെട്ടെന്ന് പറഞ്ഞോ. വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കാൻ എന്താണ്? താല്പര്യം വേണോ? വേണം. ആവർത്തന അഭ്യാസം, അതായത് വീണ്ടും അഭ്യസിക്കണോ? വേണം. സ്വയം മത്സരഭാവം വേണോ? വേണം. അപ്പോൾ ഉത്തരം എന്താ? ഇവയല്ല. ഓക്കെ, 19ൻ്റെ ഉത്തരം ഡി. 19ൻ്റെ ഉത്തരം ഡി. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം.
ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളല്ല 15ാമത്തെ ചോദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്താണ് വാക്കുകൾക്ക് മുന്നേ വസ്തുക്കൾ, പെസ്റ്റലോസിയുടെ. അതേപോലെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു വാക്കാണ് ഇത്. വാചിക ചേഷ്ടയാണ് വാക്കുകൾ എന്ന് പറഞ്ഞത് ആരാണ്? പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, നോം ചോംസ്കി. പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, നോം ചോംസ്കി. അതായത് തങ്കത്താക്കോലാണ് ഭാഷ എന്ന് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ബ്രൂണറുടെ ഒരു ഡയലോഗുണ്ട്. അങ്ങനെ 1-2 ഡയലോഗ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഡയലോഗുകളുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ ഇതിൻ്റെ ആളാരാ? വാചിക ചേഷ്ട എന്ന് ഭാഷയെ വിളിച്ചത് ആരാണ്? സ്കിന്നറാണ് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിളിച്ചത്. 20ൻ്റെ ഉത്തരം സി ആണ്. അടുത്തത് 21. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായി നിയന്ത്രിക്കുന്നത് ബോധതലം, ബോധപൂർവതലം, അബോധതലം ഇവയൊന്നുമല്ല. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബോധതലങ്ങൾ, അതേപോലെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആദ്യത്തെ 3 തലങ്ങളുണ്ടല്ലോ, അതായത് ഘടന, പിന്നെ ഏതാണ് അടുത്തത്, തലങ്ങൾ, മനോലൈംഗിക വികാസങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ 3 ഘട്ടങ്ങളില്ലേ? അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, വ്യക്തിത്വത്തിൻ്റെ ഘടന, മനോലൈംഗിക വികാസം, അങ്ങനെ 3 തലങ്ങളില്ലേ? അത് 3 പഠിച്ചു വച്ചേക്കണം. അതിനകത്ത് 3-നും ചോദ്യം വരും. ഓക്കെ, 3-ന് ഏതെങ്കിലും ഒന്നൊന്നല്ല, ചിലപ്പോൾ 1-ൽ കൂടുതൽ ചോദ്യം വരാം. ഓക്കെ, എന്തായാലും ഞാൻ നീട്ടുന്നില്ല. 21 ഉത്തരം എന്താടാ? അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞ? അബോധ മനസ്സിനെ മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച ശാസ്ത്രജ്ഞനല്ലേ ഫ്രോയിഡ്. ഓക്കെ, 22ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 22. പൊരുത്തപ്പെടലിൻ്റെ കാലം എന്നറിയപ്പെടുന്നത് കൗമാരം, പിൽക്കാല ബാല്യം, ആദ്യകാല ബാല്യം, ശൈശവം. പൊരുത്തപ്പെടലിൻ്റെ കാലം ഓക്കെ, ഏതാടാ? പിൻകാല ബാല്യമാണല്ലേ പൊരുത്തപ്പെടലിൻ്റെ കാലം എന്നറിയപ്പെടുന്നത്. പിൻകാല ബാല്യത്തെയാണ് പൊതുവെ പൊരുത്തപ്പെടലിൻ്റെ കാലം. നമ്മൾ ഇന്നലെയും ഇതിൻ്റെ ഒരു ചോദ്യം പഠിച്ചില്ലായിരുന്നു, അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്നത്. അന്തർലീന ഘട്ടവും പിൻകാല ബാല്യം തന്നെ അല്ലേ? ആണ്. വല്ല തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാണ്. 23. താഴെ പറയുന്നവയിൽ സംവേദ നിയമം അല്ലാത്തത്? സമീപത, തുടർച്ച, വിവേചനം, ഗിയർ ഗ്രൗണ്ട്. സംവേദ നിയമം അല്ലാത്തത്. നമ്മുടെ എല്ലാ ഫല നിയമത്തിനകത്ത് വരുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. അത് എന്തായാലും ഇതിൻ്റെ ഉത്തരം സി ആണ്. ഒരു ക്ലാരിറ്റി കുറവുണ്ട് 23-നകത്ത് എനിക്ക്. എന്തായാലും ഇതിൻ്റെ ഏതാണ് ആൻസർ ക്രിയ പ്രകാരമുള്ള ഉത്തരം സി ആണ്. ഓക്കെ, അടുത്തത് 24ാമത്തെ ചോദ്യം. ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവിൻ, ബ്രൂണർ, പിയാഷെ, തൊണ്ടേക്ക്. ഇത്ര സമയം മതി. ക്ഷേത്ര സിദ്ധാന്തത്തിന് ഒരാൾ തന്നെ കറക്റ്റ് ലെവിങ് അല്ലേ? ലെവിങ്. ഓക്കെ, 25. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു? ചോദകം, പ്രതികരണം, പ്രബലനം, അഭിപ്രേരണ. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു: ചോദകം, പ്രതികരണം, പ്രബലനം, അഭിപ്രേരണ. ഏതാടാ? പ്രബലനം. പ്രബലനത്തിനെ ബേസ് ചെയ്താണ് സ്കിന്നറുടെ പരിപാടി എല്ലാം പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും SR പറഞ്ഞപ്പോൾ സ്കിന്നർ എങ്ങോട്ടാണ്? RSലോട്ടാണ് പോയത്. മറക്കല്ലേ, നോക്കിക്കോണേ. ഇന്നലെയും പറഞ്ഞു വരുന്നതാണ്. പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ഇവരുടെ ഈ 3 പേരുടെയും അണ്ണന്മാരുടെയും പരിപാടികൾ, അവരുടെ മൃഗങ്ങൾ, അതിനകത്ത് അവരുടെ റിസൾട്ട് ഒന്നും നോക്കി പോണേടാ. ഓക്കെ, അടുത്ത 26ാമത്തെ ചോദ്യമാണ്.
കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി, ചികിത്സാ രീതി, സർവേ പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. കേസ് സ്റ്റഡി. ക്രിയാഗവേഷണമുണ്ട്, കേസ് സ്റ്റഡിയുമുണ്ട് ഇല്ലേ? ക്രിയാഗവേഷണം ആരിലാണ്, കേസ് സ്റ്റഡി ആരിലാണ്? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലാണ് ഇല്ലേ? ക്രിയാഗവേഷണം എന്ന് പറഞ്ഞാലോ? ക്രിയാഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന സംഭവമാണ് ഏത്? ക്രിയാഗവേഷണം. ഓക്കെ, എന്നാൽ നമ്മുടെ ഉത്തരവൊന്നും ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡയലോഗ് അടിക്കാം. എന്താണ്? ആണ്. ചികിത്സാ രീതിയേ വരൂ കേട്ടോ. ചികിത്സാ രീതിയാണ് ഇത് വരുന്നത്. ഇനി അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം കേസ് സ്റ്റഡി ഓക്കെ, ക്രിയാഗവേഷണത്തിൻ്റെ ആളാരാ? ക്രിയാഗവേഷണം എന്ന സംഭവമുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു പൊതുവായിട്ടൊരു പ്രശ്നത്തെ നേരിടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിൻ്റെ ആളാരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. സ്റ്റീഫൻ എം കോറിയാണ്. പണ്ട് PSCക്ക് ഈ കർട്ട് ലിവിങ് എന്ന ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ. PSCക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഈ കേസ് സ്റ്റഡിയുടെ മലയാളം എന്തുവാടാ? കേസ് സ്റ്റഡിയുടെ മലയാളം ഒരു സിനിമാ പേരുണ്ട്, സൂക്ഷ്മദർശിനി. കേട്ടുണ്ടോ? സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയുടെ മലയാളമാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത 27ാമത്തെ ചോദ്യം. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാ? പാവ്ലോ, വില്യം വുണ്ട്, മാസ്ലോ, ബ്രൂണർ. രണ്ടും ഏകദേശം ഒരേ ഏരിയയിൽ നിന്നാണ് ചോദിച്ചല്ലേ. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, സൈക്കോളജിയുടെ പിതാവെന്നും പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നും എല്ലാം അറിയപ്പെടുന്ന വ്യക്തി ഏതാ? വില്യം വൂണ്ടാണല്ലേ. വില്യം വൂണ്ട് 1879 എവിടാണ്? ജർമ്മനിയിലെ ലിപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എന്തോ ചെയ്തു? ഒരു പരീക്ഷണ സ്ഥാപിച്ചു ഇല്ലേ? മാനസിക പരീക്ഷണ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എന്തോ അറിയപ്പെടുന്നു? മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് 28. ലാസ്റ്റ് വീഡിയോ ഫയൽ നമുക്ക് നീക്കാൻ നോക്കത്തില്ലേടാ. 28 അതാണ്ട് 28 പറ. പൂർവ്വകാല അനുഭവങ്ങളിൽ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കുന്നതിനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത്. വെഷ്ലർ, തൊണ്ടേക്ക്, സ്പിയർമാൻ, ഗാർഡ്നർ. ഉത്തരം ബി ആണേടാ, തൊണ്ടേക്കാണ്. അടുത്തത് 29. അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്നത്. 29. അധ്യാപക വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്നത്. അധ്യാപകൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ബാഹ്യപ്രേരണ, ആന്തരികപ്രേരണ, ഇവ രണ്ടും ഇവയൊന്നുമല്ല. അതായത് ബാഹ്യപ്രേരണ ആണോ? ബാഹ്യപ്രേരണ അല്ല. പിന്നെ ഏതാടാ? ആന്തരിക പ്രേരണയാണ്. അടുത്ത 30ാമത്തെ ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം. പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തയിൽ പെടാത്തത്. ഏതാണ്? ശിക്ഷ, സമ്മാനം, ശത്രുത, ഉത്കണ്ഠ. എന്താണ് ഉത്തരം? ഉത്തരം സമ്മാനമാണ്. പ്രതികൂല കാലാവസ്ഥയിൽ പെടാത്തത് അല്ലെങ്കിൽ അനുകൂലമായത്. ശിക്ഷയും ശത്രുതയും ഉത്കണ്ഠ എല്ലാം എങ്ങനെയാണ്? പ്രതികൂലമാണ്. അപ്പം പ്രതികൂലമായതിൽ പെടാത്തത് ഏതാണ്? സമ്മാനം ആണ്. ഓക്കെ, വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇനി പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടാം. ഇനി പോകുന്നതിന് മുമ്പ് കൂടുതലിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.